നമസ്കാരം, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരായ 4ാം T20 മത്സരത്തിലെ 9 വിക്കറ്റിന്റെ ദയനീയ പരാജയത്തോടെ ഇന്ത്യ 5 മത്സരങ്ങളുടെ പരമ്പര 3-0 കൈവിട്ട് കഴിഞ്ഞ സാഹചര്യത്തിൽ വലിയ ചർച്ചകളാണ് ക്രിക്കറ്റ് ലോകത്ത് നടക്കുന്നത്. പരമ്പര ഇതിനകം തന്നെ നഷ്ടമായ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഇന്ന് ജൂലൈ 11 സതാംപ്ടണിൽ വെച്ച് നടക്കുന്ന 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ഇന്ത്യൻ ടീം ശക്തമായ പരീക്ഷണങ്ങൾക്ക് മുതിരണമെന്ന് സുപ്രധാന ആവശ്യമായി മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകനുമായ പാർത്ഥിവ് പട്ടേൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ നാണംകെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ച അതേ ടീം കോമ്പിനേഷനുമായി ഇന്ത്യ ഇനി മുന്നോട്ട് പോകരുതെന്നും വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയെ പ്ലെയിൻ 11-ൽ നിന്ന് പുറത്തെത്തി മലയാളി താരം സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരണമെന്നും പാർത്ഥിവ് പട്ടേൽ പ്രമുഖ സ്പോർട്സ് പ്ലാറ്റ്ഫോമായ ജിയോ ഹോട്ട്സ്റ്റാറിൽ സംസാരിക്കുകയെ തുറന്നു പറഞ്ഞു. അയർലൻഡ് പരമ്പരയിലും അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20 മത്സരത്തിലും പ്രതീക്ഷിച്ച രീതിയിൽ തിളങ്ങാൻ കഴിയാതെ പരാജയപ്പെട്ടതിനെ തുടർന്ന് സഞ്ജു സാംസനെ ഇന്ത്യൻ പ്ലെയിൻ 11-ൽ നിന്ന് മാനേജ്മെന്റ് മാറ്റിയത്. എന്നാൽ വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ വ്യത്യസ്ത കോമ്പിനേഷനുകൾ പരീക്ഷിച്ചു കണ്ടെത്തേണ്ടതുണ്ടെന്നും അതിനായി സഞ്ജു സാംസന് ടീമിൽ മറ്റൊരു അവസരം കൂടി നൽകാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും പാർത്ഥിവ് ആവശ്യപ്പെട്ടു. ഈ മാറ്റത്തെക്കുറിച്ച് പാർത്ഥിവ് പട്ടേൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: സഞ്ജു സാംസനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആർക്ക് പകരം കളിപ്പിക്കും എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും. ഈ സാഹചര്യത്തിൽ നിർഭാഗ്യവശാൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനെ തന്നെ ഇന്ത്യക്ക് പുറത്തെടുക്കേണ്ടി വരും. ഇന്ത്യക്ക് ശരിയായ ഒരു വിന്നിംഗ് കോമ്പിനേഷൻ കണ്ടെത്തണമെങ്കിൽ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ പ്ലെയിൻ 11-ലേക്ക് വരണം. കാരണം തിലക് ഈ പരമ്പരയിലുടനീളം ഫോം കണ്ടെത്താൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. കഴിഞ്ഞ നിർണായകമായ 4ാം T20 മത്സരത്തിൽ പോലും വെറും 8 പന്തിൽ 11 റൺസ് മാത്രമെടുക്കാനേ തിലകിന് സാധിച്ചുള്ളൂ. ഇന്ത്യൻ ടീമിൽ ഉടൻ വരുത്തേണ്ട രണ്ടാമത്തെ പ്രധാന മാറ്റമായി പാർത്ഥിവ് പട്ടേൽ നിർദ്ദേശിക്കുന്നത് യുവ ഓൾറൗണ്ടർ സൂര്യവംശി ഷെഡ്ഗിയെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നതാണ്. നിലവിൽ ഫോമില്ലാത്ത റൺസ് വിട്ടുകൊടുക്കുന്ന വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഷെഡ്ഗിയെ കളിപ്പിക്കുന്ന ടീമിന്റെ ബോളിംഗ് ബാലൻസ് മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുമെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഇതിനെക്കുറിച്ച് പാർത്ഥിവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വ്യക്തിപരമായി ഇന്നത്തെ മത്സരത്തിനുള്ള ഇന്ത്യൻ ടീമിൽ 2 പ്രധാന മാറ്റങ്ങൾ വരുത്തും. അതിൽ രണ്ടാമത്തെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂര്യവംശി ഷെഡ്ഗിക്ക് അവസരം നൽകുക എന്നതാണ്. ഇത് ടീമിൽ 4 സ്പെഷ്യലിസ്റ്റ് ബോളർമാരെ കൃത്യമായി നിലനിർത്താൻ സഹായിക്കും. ഒപ്പം 5ാം ബോളറുടെ ചുമതല ശിവം ദുബെയ്ക്കും സൂര്യവംശി ഷെഡ്ഗിക്കും 2 ഓവർ വീതം പങ്കിട്ട് എറിയാൻ നൽകാനും സാധിക്കും. ഇത് ടീമിന്റെ ബാറ്റിങ്ങിനും ബോളിങ്ങിനും ഒരേപോലെ കരുത്തു പകരുന്ന തീരുമാനമായിരിക്കും. തിലക് വർമ്മയെ ഒരു മത്സരത്തിൽ നിന്ന് മാറ്റുന്നത് അദ്ദേഹത്തെ ടീമിൽ ഭാവി പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുന്നതായി ആരും കാണരുതെന്നും പാർത്ഥിവ് പട്ടേൽ വ്യക്തമാക്കി. തിലക് ഇന്ത്യയുടെ വലിയൊരു ഭാവി വാഗ്ദാനമാണെന്നും കഠിനമായ പരിശീലനത്തിലൂടെ ശക്തമായി തിരിച്ചുവരാൻ ആ യുവതാരത്തിന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർത്ഥിവ് തന്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ അക്സർ പട്ടേൽ ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു. എന്നിട്ടും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പ്രധാന മത്സരത്തിൽ ടീം കോമ്പിനേഷന്റെ ഭാഗമായി അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ടീമിന്റെ വിജയത്തിന് ആവശ്യമായ കോമ്പിനേഷൻ ശരിയാകുന്നില്ലെങ്കിൽ ഇത്തരം കടുത്ത തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. അതിനർത്ഥം തിലക് വർമ്മ നമ്മുടെ പ്ലാനുകളിൽ ഇല്ല എന്നല്ല. എന്നാൽ താൽക്കാലികമായി ഈ ഒരു മത്സരത്തിലെ ആശംസ വിജയത്തിനായി സഞ്ജു സാംസനെ തിരികെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. പാർത്ഥിവ് പട്ടേലിന്റെ ഈ നിർദ്ദേശം സെലക്ടർമാരും കോച്ച് ഗൗതം ഗംഭീറും സ്വീകരിക്കുകയാണെങ്കിൽ സഞ്ജു സാംസനെ സംബന്ധിച്ച് ഇത് കരിയറിലെ തന്നെ ഏറ്റവും നിർണായകമായ മത്സരമായി മാറും. വിദേശ പിച്ചുകൾ പകർന്നു എന്ന പേര് മാറ്റാനും തന്നെ കഴിഞ്ഞ മാനേജ്മെന്റിന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകാനും സഞ്ജുവിന് ലഭിക്കുന്ന അവസാന സുവർണ അവസരമായിരിക്കും ഇത്. ഇംഗ്ലീഷ് പേസർമാരായ ജോഫ്ര ആർച്ചറും ജോഷ് ടംഗും എറിയുന്ന മാരകമായ ഷോർട്ട് ബോളുകൾ പ്രതിരോധിക്കാൻ സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലിക്ക് സാധിക്കുമെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. മറുഭാഗത്ത് തുടർച്ചയായി പരാജയപ്പെടുന്ന വൈഭവ് സൂര്യവംശിക്കും ഇഷാൻ കിഷാനും ഈ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കേണ്ടതുണ്ട്. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിട്ടും ഫോം കണ്ടെത്താനാകാതെ തിലക് വർമ്മയ്ക്ക് വിശ്രമം നൽകുന്നത് അദ്ദേഹത്തിന് തന്റെ പിഴവുകൾ പഠിക്കാനുള്ള ഒരവസരമായി മാറും. പട്നാനിൽ ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന അവസാന മത്സരത്തിൽ പരീക്ഷണങ്ങൾക്ക് മുതിരാൻ ഇന്ത്യ തയ്യാറായില്ലെങ്കിൽ 4-0 എന്ന നാണംകെട്ട വൈറ്റ് വാഷ് ഫലമായിരിക്കും ടീമിനെ കാത്തിരിക്കുന്നത്. പാർത്ഥിവ് പട്ടേൽ നിർദ്ദേശിച്ചതുപോലെ സഞ്ജു സാംസനെയും സൂര്യവംശി ഷെഡ്ഗിയെയും ഉൾപ്പെടുത്തി പുതിയൊരു തന്ത്രവുമായി ഇറങ്ങിയാൽ മാത്രമേ ശക്തരായ ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിൽ പരാജയപ്പെടുത്തി ആശ്വാസ വിജയം നേടാൻ ഇന്ത്യക്ക് സാധിക്കൂ. ഇനിയെങ്കിലും അനാവശ്യ വാശിക്ക് മാറ്റിവെച്ച് ടീം മാനേജ്മെന്റ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്ക് പകരം സഞ്ജു സാംസനെ പ്ലെയിൻ 11-ൽ ഉൾപ്പെടുത്തണമെന്ന് പാർത്ഥിവ് പട്ടേലിന്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വാഷിംഗ്ടൺ സുന്ദറിന് പകരം സൂര്യവംശി ഷെഡ്ഗി വരണമെന്ന നിർദ്ദേശത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിഷയങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.